പ്രൈസ് ലോർഡ്. ഗോസ്പൽ സ്റ്റഡീസ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ സംബന്ധമായ ഒരു സത്യം നിങ്ങളുമായി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് പല ധാരണകൾ ഇന്നുണ്ട്. എങ്കിലും സുവിശേഷത്തിൻ്റെ ഒരു മാഹാത്മ്യം മാത്രം ഞാൻ ഈ ലഘുവായ വീഡിയോയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷം നമ്മളെ വിളിക്കുന്നത് ഒരു കൗണ്ടർ കൾച്ചറൽ ലൈഫിലേക്കാണ്, ഒരു പ്രതിരോധ സംസ്കാരത്തിലേക്കാണ്. ലോകത്ത് കാണുന്ന ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിന് ഘടകവിരുദ്ധമായ ഒരു വേറിട്ട സംസ്കാരത്തിലേക്കാണ് സുവിശേഷം വിളിക്കുന്നത്. ലോകത്തിലെ സംസ്കാരത്തിൻ്റെ ഒരു വശം പറഞ്ഞാൽ, ഒരു ആസ്പെക്റ്റ് മാത്രം പറഞ്ഞാൽ, ഉരുളയ്ക്കുപ്പേരി എന്നൊക്കെ പറയും, ഇംഗ്ലീഷിൽ പറയും ടിറ്റ് ഫോർ ടാറ്റ്. ഇങ്ങോട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത്, അതുപോലെ ഞാൻ പ്രതികരിക്കും. പക്ഷെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, കർത്താവ് അവിടുത്തെ ഗിരിപ്രഭാഷണത്തിൽ നമ്മളെ പഠിപ്പിച്ചത് ഒരിക്കലും തിന്മയോട് വിരോധിക്കുകയോ എതിർക്കുകയല്ല, തിന്മയെ നന്മയാൽ ജയിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നത് ലിവിങ് ലീ എന്ന് പറയുന്ന ജിയോളജി പ്രൊഫസറാണ്. വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള മലേഷ്യയിലെ ഏറ്റവും ഉന്നത യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു. താൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ അഹമ്മദ് ദിദാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വളരെ പ്രഗത്ഭനായ, ക്രിസ്തീയ മതത്തെയും വിശ്വാസത്തെയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഹമ്മദ് ദിദാത്ത്. താൻ അവിടെ വന്ന് ലെക്ചർ എടുത്ത് അവസാനം ക്രിസ്തീയ മതത്തെയും വിശ്വാസത്തെയും യേശുവിൻ്റെ ഗിരിപ്രകാശനത്തെയും നിന്ദിച്ചപ്പോൾ ലിവിങ് ലീ എന്ന് പറയുന്ന ഈ ജിയോളജി പ്രൊഫസർ ഒരു ദൈവവേദത്തിൽ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ, ക്രിസ്തീയ മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾ പലതും പറഞ്ഞു, പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഈ ചെകിടത്തൊന്ന് എന്നെ അടിക്കണമേ. ക്രിസ്തീയ ധാർമ്മിക ബോധം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. ദിദാത്ത് പരിഹസിച്ചിട്ട് പറഞ്ഞു, ചെകിട്ടത്ത് അടിച്ച് എൻ്റെ കൈ ഞാൻ വൃത്തികേടാക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, 5:40 മത്തായിയിൽ ചെകിട്ടത്തടിക്കുന്ന ആൾക്ക് ചെകിട്ടം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ കർത്താവ് തന്നെ പറഞ്ഞത്, നിങ്ങളോട് ഒരുവൻ നിങ്ങളുടെ ഉടുപ്പ് ചോദിച്ചാൽ അവന് അകത്തെ അങ്കിയും കൊടുക്കണമെന്നല്ലേ, കോട്ട് ചോദിച്ചാൽ ക്ലോക്ക് കൊടുക്കണമെന്നല്ലേ യേശു പറഞ്ഞത്. ഞാൻ നിൻ്റെ ഷർട്ട് ചോദിക്കുക, നീ തരുമോ? ലിവിങ് ലീ വളരെ പ്രയാസപ്പെട്ട് ഷർട്ട് ഊരി കൊടുത്തു. അവസാനം തൻ്റെ പാൻറ് ചോദിച്ചു. താൻ ആ സദസ്സിലുള്ള സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ കണ്ണടയ്ക്കണമേ. അങ്ങനെ ഉടുപ്പും പാൻറ്റും ഇല്ലാത്തവനായി ആ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഇറങ്ങിപ്പോകുവാനിടയായി തീർന്നു. തൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ താൻ സഹിച്ച അപമാനമാണ്. മുസ്ലിങ്ങൾ മാത്രം പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും തന്നോടൊന്ന് മാപ്പ് ചോദിക്കാൻ തൻ്റെ ഓഫീസിൽ വന്നപ്പോൾ തനിക്ക് മനസ്സിലായി, ക്രിസ്തീയ സംസ്കാരം ലോകം വെച്ച് നീട്ടുന്ന പ്രതികാര സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരിക്കലും തിന്മ കൊണ്ട് ജയിക്കാൻ കഴിയത്തില്ല. തോറ്റുകൊടുക്കുന്നവന് മാത്രമേ ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ അനുഭവമുള്ള, അവനാണ് യഥാർത്ഥമായി ജയിക്കുന്നതെന്ന് ലിവിങ് ലീയുടെ ജീവിതവും ആ വളരെ നിന്ദിക്കപ്പെട്ട അനുഭവവും നമ്മളെ കാണിക്കുക. യേശു നിമിത്തം നമ്മൾ തള്ളപ്പെട്ടിട്ടുണ്ടോ, നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ലിവിങ് ലീയുടെ ആ അനുഭവം നിങ്ങൾക്കൊരു വെല്ലുവിളിയാകട്ടെ. സുവിശേഷം വിളിക്കുന്നത് ഒരു കൗണ്ടർ കൾച്ചറൽ ലൈഫിലേക്കാണ്. ലോകത്തിൽ നമ്മൾ തള്ളപ്പെടും, നിന്ദിക്കപ്പെടും, പക്ഷേ തിന്മയെ നമ്മൾ തിന്മയാലല്ല നന്മയാലാണ് ജയിക്കുന്നത്.